ഇന്നലെ ജോലിക്കിടെ വൈകുന്നേരം ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. പക്ഷേ കോഫിയുടെ കൂട്ടത്തിൽ ഒരു ഹൃദയം കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ വിശ്വസിച്ചില്ലേ? കണ്ടോ, ആ കോഫി മേക്ക് ചെയ്ത മനുഷ്യൻ എനിക്കൊരു ഹൃദയം കൂടി മേക്ക് ചെയ്തു. ഞാൻ അവരുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടാണോ, ഇനി വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നേ, ഇനി അതുകൊണ്ടാണോ നടത്തില്ല, എന്നതാണേലും ആ ഹൃദയം എനിക്ക് ഹടാതങ്ങ് ബോധിച്ചു. അതിപ്പോൾ കോഫിയുടെ അടുത്ത് ഹൃദയമല്ല, കിഡ്നി തന്നാലും ഞാൻ വാങ്ങിക്കും. സത്യം പറഞ്ഞ 7 വരെ ജോലിയുള്ള ഞാൻ കോഫി കുടിക്കാൻ പോയപ്പോൾ തന്നെ 6:45 എന്നാലും വേണ്ടില്ല, കോഫി കുടിച്ചില്ലെങ്കിലേ ഒരു മനസ്സമാധാനക്കേടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിക്കാരും വലിയ കമ്പനി ഒന്നും ഇല്ലാത്തപ്പോഴാണ് ഞാൻ അവിടെ കോഫി കുടിക്കാൻ പോകുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞൊരു കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കുടിക്കുവാണേ പതിവേ. അങ്ങനെ കോഫി കുടിയും കഴിഞ്ഞു, ജോലിയും കഴിഞ്ഞു. ഇനി എങ്ങോട്ടാ? വീട്ടിലോട്ട്. അല്ലാതെ എങ്ങോട്ടാ അല്ലേ? വീട്ടിൽ പോകുവാണേലും നന്നായിട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് കയറ്റി അങ്ങ് പോയേക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് വന്ന പോലെ നല്ല ഫ്രഷ് സ്മെല്ലായിട്ടിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ മറ്റുള്ള നാഷണാലിറ്റീസിനോട് ജോലി ചെയ്തപ്പിനാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെർഫ്യൂം അടിക്കണമെന്ന് തോന്നലൊക്കെ ഉണ്ടാകുന്നത്. ബിക്കോസ് നമ്മൾ ഈ സ്പൈസി ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ നമ്മളെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ എങ്ങനെ ഉണ്ടായാലോ നമുക്കറിയത്തില്ലെന്നേ, മറ്റുള്ളവർക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിറങ്ങി ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി എന്താ സന്തോഷമെന്ന്. ഇനി 4-5 ദിവസത്തേന് ആ പടി ആവട്ടണ്ട. ആഹാ, അതിൻ്റെ ഒരു സന്തോഷമാണ് മുഖത്ത് കേട്ടോ. ഇനി നേരെ വീട്ടിൽ വരണം, നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിക്കണം. അത് കഴിയുമ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, എന്താ സുഖം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരാണ്ടൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രം എന്താ ജോലി കഴിഞ്ഞ് ഇങ്ങനെ പ്രസരിപ്പോടെ വരുന്നത്, ബാക്കിയുള്ള നേഴ്സുമാർക്കൊക്കെ ഭയങ്കര ക്ഷീണമാണല്ലോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോ ടൈപ്പ് അല്ലേ അല്ലേ. എനിക്ക് ഹോസ്പിറ്റലിലെ ടെൻഷനുകളോ പ്രശ്നങ്ങളോ ഒന്നും തലയിൽ വെച്ച് വീട്ടിലോട്ട് വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലെന്നേ. ഞാൻ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു കാര്യവും വീട്ടിൽ വന്ന് ജസ്റ്റ് തൊട്ട് പറയാറുമില്ല. എന്തിനാ? അല്ലാതെ തന്നെ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് അവിടെ നിന്നും കൂടെ കുറേ വലിച്ച് വരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ എൻ്റെ പൊന്നു ചേട്ടാ ഇന്ന് അവിടെ ഉണ്ടല്ലോ, അവളെന്നെ പിച്ചി, ഇവളെന്നെ മാന്തി, ഇവളെന്നെ കോക്കറി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് 100 കൂട്ടം പരാതിയും കൊണ്ട് വന്നിട്ട് വീട്ടിലുള്ളവരുടെ സമാധാനം എന്തിനാണ് നമ്മൾ കളയുന്നല്ലേ? നമ്മൾ ജോലി ചെയ്യുന്നു, പോരുന്നു, ശമ്പളം വാങ്ങിക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ജോലി കഴിയുമ്പോൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വരിക. ഇതാണ് എൻ്റെ പോളിസി കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചു വരാം.